വിളിക്കുന്ന വാഴക്കുളം പ്രദേശ ദൈവമക്കള് ഈ നാട്ടിലൊക്കെ കാണുമായിരിക്കും. മദ്യം വിൽക്കുന്നവരിൽ ഇഷ്ടം പോലെ. എത്ര കുടുംബങ്ങൾ നശിച്ചാലും ഈ വഴി കിടന്ന് കുഞ്ഞുങ്ങൾ ഇന്നത്തെ പല യുവാക്കളും മരിക്കുന്നത് മൃഗങ്ങളും ചാകുന്ന പോലല്ലേ, വണ്ടി തട്ടിയല്ലേ, വണ്ടി കയറിയല്ലേ മരിക്കുന്നത്. നിങ്ങളുടെ തറവാട്ടിപ്പെടുന്ന കുഞ്ഞുങ്ങളല്ലേ പല മാതാവ്. എന്നിട്ട് എന്താ നിങ്ങൾക്ക് മദ്യത്തോട് പ്രേമം? എന്താ നാട് മുഴുവൻ നശിക്കുന്നത് കണ്ടിട്ടും ഇത് വേണം ഞങ്ങൾക്ക്. അതിനുവേണ്ടി നിങ്ങൾ ഉച്ചഘോഷം മുറുകല്. എന്താ മക്കള്, എത്ര കുടുംബങ്ങൾ തീർന്നു മക്കള്, എത്ര മക്കൾക്ക് ഭ്രാന്ത് പിടിച്ചു കുടിച്ചിട്ട് മദ്യപാനം കൊണ്ട് മാനസിക രോഗികളെ തീർന്നവരുടെ കണക്ക് കൊടുക്കേണ്ടി വരും. മദ്യക്കച്ചവടം നേരല്ല, തമ്പുരാനുണ്ടെങ്കിൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവം എന്നൊരാളുണ്ടെങ്കിൽ നീ എന്നൊരു തലമുറയും നിന്റെ മക്കളും അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഭ്രാന്തി പിടിച്ച് മെന്റലാശുപത്രി കിടക്കുന്ന പല ആളുകളുടെയും കാര്യം അവര് ആ അവസ്ഥയിൽ എത്തിച്ചതിന് പിന്നില് കുപ്പി പൊട്ടിച്ച് ആഘോഷം നടത്ത്. വിവാഹമാണ് നടക്കുന്നത്. വിവാഹമല്ല, അവിടെ കള്ളുഷാപ്പ. അവന്റെ വീട് കള്ളുഷാപ്പ, കല്യാണമല്ല. വൈകുന്നേരം വീട്ടിൽ കിടക്കുന്ന കള്ളുഷാപ്പാണത്, ബാറാണത്. നശിക്കാൻ അതിന് അമ്മ പോലും ഉച്ചിക്കൊടുക്കും, സഹോദരി ഉച്ചിക്കൊടുക്കും. ഒത്തിരി സംഭവം മക്കളെ, രഹസ്യങ്ങൾ ഒത്തിരി അറിയുന്ന അച്ഛനെ ഞാൻ. കാരണം ദൈവജനം ചങ്കു തുറക്കുന്ന ഒരു സ്ഥലമാ ധ്യാന കേന്ദ്രവും നിങ്ങൾ ഓർത്തോണം. വേറൊരുത്തും ഞാൻ പറയാം, അച്ഛന്മാരോട് പ്രിയപ്പെട്ട അച്ഛന്മാരിപ്പുണ്ട്, ഞാൻ അവരോട് പറയാൻ പാടില്ല, എന്നാലും പറയാ. കുമ്പസാരക്കൂട്ടി പോലും നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഇവർ ചങ്കു തുറക്കുന്നില്ല. എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റും. കുമ്പസാരക്കൂട്ടി പോലും ഇവർ മനസ്സ് തുറക്കുന്നില്ല. മനസ്സ് എന്റെ മുമ്പിൽ ഒന്ന് തുറക്കാറുണ്ട്. തുറക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്, വീട്ടിൽ കല്യാണം നടന്നപ്പോഴാ അവന്റെ ഭാര്യയെ വേറൊരുത്തിന് ഉപയോഗിക്കുന്നത്. അവൾ വീട്ടിൽ കല്യാണം നടന്നപ്പോഴാ അവിടെ വെച്ച് സ്വന്തം മോള് വേറൊരുത്തിന്റെ പുറകെ പോകുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ ഇങ്ങോട്ട് എഴുതി തരിക. എന്റെ മുറിയിൽ ബക്കറ്റുകളുണ്ട്, ആളുകൾ ഇങ്ങനെ വേദനകളും തകർച്ചകളും. എന്റെ അച്ഛ മുന്നോട്ട് പോകാൻ വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മദ്യപാനികളെ, നിങ്ങൾ ദൈവം സ്നേഹിക്കുന്നുണ്ട്. മദ്യം നിങ്ങൾക്ക് സന്തോഷമല്ല മക്കൾ തരുന്നത്, നിങ്ങൾ നശിപ്പിക്കേണ്ട ആസിഡാണെന്ന് ഓർത്തു. നിങ്ങളെ അനുദിനം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. കഞ്ചാവ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്, ഇവിടെയൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും. മാടക്കടവൊക്കെ ഉണ്ട്, അതിന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇന്നത്തെ സമുദായിക നേതാക്കന്മാർക്ക് ഒരു കുഴപ്പമില്ലെന്നേ, നശിക്കട്ടെ അല്ലെ. ആരാണ്ട് അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ ആർക്കാ നഷ്ടം? അപ്പുറത്ത് നശിച്ചാൽ എന്നെ കുഴപ്പമില്ല. ആ കൊച്ചിന് ഭ്രാന്ത് പിടിച്ച ആർക്കാ നഷ്ടം? ഒരുത്തിന് വേദന ഉണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാം ഉടയവനാ ഒരു ദൈവമുണ്ട്, ഈശോ മിശിഹാ. അവന് ചങ്കു പൊട്ടുന്നുണ്ട്. ആ ചങ്കു പൊട്ടലാണ് ഈ പാവപ്പെട്ട അച്ഛന്റെ ചങ്കിലൂടെ വരുന്നത്, എന്റെ അതിരത്തൂടെ വരുന്നത്. അത് മാത്രം ദൈവം കരയുന്നുണ്ട് ഈ ജനത്തെ നോക്കി. ഇത് വിശ്വസിക്കേണ്ട നീ. പക്ഷെ നീ കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് ഈ കൂട്ടായ്മ വന്നിരിക്കുന്ന മുഴുവൻ മക്കളോടും ദൈവനാമത്തിൽ അച്ഛൻ പറയാ, മദ്യപാനി നീ നിർത്തണം. അത് മദ്യം കൊണ്ടുള്ള ആഘോഷങ്ങൾ അവസാനിപ്പിക്കണം. കല്യാണങ്ങള് പൊട്ടിപ്പോകണം. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മദ്യം വിളമ്പുന്ന കുടുംബബന്ധം, വിവാഹ ചരട് അത് പൊട്ടണം. പൊട്ടും ദൈവനാമത്തിലാ പറയുന്നത്. കാരണം ഒരുപാട് ജീവിതങ്ങൾ മദ്യം മൂലം നശിച്ചു. അതുകൊണ്ട് മദ്യം ഊറ്റിക്കൊടുത്തുകൊണ്ട് നാട്ടിൽ നടത്തപ്പെടുന്ന വിവാഹങ്ങൾ പൊട്ടിപ്പോകണമേ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മദ്യം വിളമ്പിക്കൊണ്ട് നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങൾ, ആ ചരട് ആ രാത്രി തന്നെ പൊട്ടിപ്പോണേ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം മദ്യം കൊണ്ട് നശിച്ചു പോകുന്നിരിക്കുന്ന കുടുംബങ്ങളുടെ കണ്ട് ഞാൻ ഇഷ്ടം പോലെ കാണാം. ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ ശുശ്രൂഷകരും മടുക്കുകയാണ്. കാരണം ഇതുങ്ങൾ വന്നാൽ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വിഡ്രോവൽ പിടിക്കും. വിഡ്രോവൽ കുടിശ്ശില്ലെങ്കിലുണ്ടാകുന്ന വിറയല്, കലറിങ്ങി വീടില് വെപ്രാളി കാണിക്കും, പൈശാചിക ബാധയെന്ന് തോന്നും. വെറും മെന്റല ഇഷ്ടം പോലെ നല്ല കുടുംബത്തെ പറഞ്ഞ കാരണവന്മാരാ. എന്നിട്ട് ഞാനിത് സപ്പോർട്ട് ചെയ്യണമല്ലേ? ദൈവമക്കളെ, അച്ഛൻ സപ്പോർട്ട് ചെയ്താൽ ദൈവം എന്നോട് കണക്ക് ചോദിക്കും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി. നിങ്ങളുടെ നാട്ടില് ഒരു മെന്റൽ ഹോസ്പിറ്റൽ ഓരോ ഇടവയ്ക്കും ഓരോ മെന്റൽ ഹോസ്പിറ്റൽ തുടങ്ങേണ്ടി വരും. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മദ്യവും കഞ്ചാവും പാൻപരാഗും തമ്പാക്കും ഒക്കെ കൊടുക്കുമ്പോൾ ഓർത്തോണം, എന്റെ മക്കളെ തീരുക തലമുറ തീരാൻ പോവാ. കൂടുമ്പം മുഴുവൻ തീരുക. കാണുമ്പോൾ ആളുകൾ പ്രാർത്ഥിക്കും പറയാം. എനിക്കറിയാം ഇങ്ങനെ മദ്യപാനത്തിന് അടിമപ്പെട്ട മക്കളൊന്നും ധ്യാനങ്ങളോ കൺവെൻഷനോ കൂടാൻ വരത്തില്ലെന്ന് എനിക്കറിയാം. അവര് അത് മാറിയൊന്നും നിൽക്കാൻ അവരെ മാറ്റി നിർത്തും. ചിലവരെ പോകരുതാ, മുഴുവൻ വിമർശന, കുടിച്ചിട്ട് ഒക്കെ തെറി പറയും. പറഞ്ഞ മക്കളെ, അച്ഛനൊരു പ്രശ്നമില്ല, എനിക്ക് ആരെയും പേടിയില്ല, എനിക്ക് പേടി ദൈവത്തെ മാത്രമേ ഉള്ളൂ. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ മുഖം പ്രസാദിക്കണമെന്ന് അച്ഛൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. പക്ഷേ ഈ തമ്പുരാന്റെ മുഖം, യേശുമിശിഹായുടെ മുഖം, അത് അവൻ എന്നെ നോക്കുന്നുണ്ട്. അവന് സന്തോഷമായ മാത്രം മതി. അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാ അച്ഛൻ ഈ ജീവിതം മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ജോബിന്റെ പുസ്തകം 20:13-15.
തിന്മ നിന്റെ നാവിന് മധുരമായി തോന്നിയേക്കാം. അത് നീ നാവിനടിയിൽ ഒളിച്ചു വെച്ചേക്കാം. രുചി ആസ്വദിക്കാൻ വേണ്ടി അത് വായിൽ വെച്ചാൽ പിന്നീട് അത് ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പ വിഷമായി പരിണമിക്കുന്നു. വിഷം പിടിച്ച് മന്ദബുദ്ധികളായിട്ട് ഇഷ്ടം. അതുകൊണ്ട് കുഞ്ഞുങ്ങളോർത്ത് ഇന്ന് നാട്ടിലുള്ള ഏറ്റവും വലിയ രോഗമാണ് അണക്കര ധ്യാനികത്തെ കത്ത ഏറ്റവും വലിയ ഡെലിവറീസ് കൊടുക്കുന്നത് ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒത്തിരി കുട്ടികൾ. ഈ തലമുറയ്ക്കല്ല ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി. അതായത് മന്ദബുദ്ധി രോഗികളായ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ. അതല്ല മിട്ടുമിടുക്കന്മാരായ വീട്ടുകാർ, പേരും പെരുമയുള്ള വീട്ടിലെ അപ്പനമ്മ ചെറുപ്പക്കാരാ. 28 വയസ്സവന്, ഇവക്ക് 25 വയസ്സ് കൊച്ചുണ്ടായിട്ട് 2 വയസ്സും 3 വയസ്സും കൊണ്ട് ഈ കൊച്ചിന് കൺട്രോളില്ല. ഇവനിങ്ങനെ പ്രാളം പിടിച്ച് നടക്കുക, മന്ദബുദ്ധിയ ഇഷ്ടം പോലെ. അയർലൻഡിൽ ഇപ്പൊ ഈ വചനം കേട്ടോണ്ടിരിപ്പുണ്ട്. അയർലൻഡിനോട് എന്റെ പ്രിയപ്പെട്ട മക്കൾക്കറിയാം അച്ഛനെ പോലെ സത്യമെന്ന്. 100 കണക്കിന് മക്കളുണ്ട്. മലയാള കുടുംബത്തിലെ കൂടുതൽ. ഇംഗ്ലണ്ടിലുണ്ട് ഇഷ്ടം പോലെ, സ്വിറ്റ്സർലൻഡ് ഇഷ്ടം പോലെ, എല്ലാ രാജ്യങ്ങളും കാണാം, കാനഡയിൽ കാണാം, അമേരിക്കയിൽ കാണാം. ഈ ദുബായ് പ്രദേശത്തിലേക്കും ധ്യാനം നടക്കുമ്പോൾ ഇങ്ങനെ മാതാപിതാക്കളെ എടുത്തുകൊണ്ടിരുമ്പോൾ 2 പേരും 3 പേരും വലിച്ചു പിടിച്ച എന്തൊക്കെ സംഭവം. ഇന്നത് കുഞ്ഞു വന്നു അങ്ങോട്ട്. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, പാവം കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്റെ നേരത്ത് എന്നെ തള്ളു അറിയത്തില്ല, അച്ഛനാണെന്നോ ഒന്നും അറിയത്തില്ല. കാരണം ഇതെല്ലാം ഹൈപ്പർ ആക്ടിവിറ്റിയാ, ഓട്ടിസം രോഗം. പരിശുദ്ധമാവിനോട് പറഞ്ഞത് സത്യം. ഈ തലമുറയുള്ള കുഞ്ഞുങ്ങളോ യുവാക്കൾ യുവതികളോ ഓർത്തണം. മദ്യം, സിഗരറ്റ്, ബീഡിയ്, മയക്കുമരുന്ന്, പാൻപരാഗ്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതിയ്, ബ്ലൂ ഫിലിം, ഇതിനഡിക്റ്റാകുന്ന യുവതി യുവാക്കളോട് ദൈവനാമത്തിൽ അച്ഛൻ പറയുക, പ്രിയപ്പെട്ട മക്കളെ, നാളെ നിങ്ങൾ ഓർത്തോണം. നിങ്ങൾ കല്യാണം കഴിച്ച് മക്കളുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയേറെയുണ്ട്. കാരണം അത് അഭിഷേകം പോയി. യുവാക്കൾക്ക് യുവതികൾക്ക് പരിശുദ്ധാത്മാവിന് നിറവ് പോയി. പിന്നെ അവർ മൃഗജീവിത, മൃഗങ്ങളെ പോലെ ബന്ധപ്പെടുകയും മൃഗങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങളും മൃഗങ്ങളെ പോലായിരിക്കും. മൃഗങ്ങൾ സംസാരിക്കാറില്ലല്ലോ, മൃഗങ്ങൾക്ക് ചെവിയില്ലല്ലോ, കേൾവിയില്ലല്ലോ, മനുഷ്യനെ പോലെ കേൾക്കാൻ പറ്റുകയല്ലോ, മനുഷ്യനെ പോലല്ലോ. അത് വിഷമിക്കരുതേ. ഇവിടങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് വന്നിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓട്ടിസം ഹൈപ്പർ ആക്ടി കുറിച്ച് ഒത്തിരി മാതാപിതാക്കൾ എന്നെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ പ്രാർത്ഥന ഏറ്റവും പ്രധാന പ്രാർത്ഥന. അവരുടെ വേദന എന്തെന്ന് എനിക്കറിയാം. ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗമോ ഹെപ്പറ്റൈറ്റിസ് രോഗമോ എയ്ഡ്സ് രോഗമോ ഉണ്ടാവുന്നൊന്നുമല്ല രോഗം. ഏറ്റവും വലിയ രോഗം ഒരു കുഞ്ഞുണ്ടായി 3 വയസ്സ് കഴിയുമ്പോൾ 4 വയസ്സ് കഴിയുമ്പോൾ ആ കൊച്ചിന് മന്ദബുദ്ധിയാണെന്നുള്ള കാര്യം അറിയുമ്പോൾ അത് ഓർത്തണേ. കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിലും ഈ രോഗത്തെ നിനക്ക് മാറ്റിവെക്കാൻ പറ്റിയ ഈ നാട്ടിലെ വമ്പൻ ബിസിനസ്സുകാരനാ. 100-500 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടെങ്കിലും നിന്റെ മോളുടെ കൊച്ചിന് ഈ രോഗം വന്നാൽ നിനക്ക് ഏതൊരു ആശുപത്രി കൊണ്ട് ചികിത്സിച്ച് ശരിയാക്കാമോ? ഈ അനർത്ഥം, ഈ ദുരന്തങ്ങളിൽ നിന്ന് കുട്ടികളുടെ കുടുംബങ്ങളിൽ വരുന്നുണ്ട്. ഇത് വരാതിരിക്കാൻ ദൈവനാമത്തിൽ പറയാ, വിശുദ്ധിക്കെതിരായ പാപം ചെയ്യരുത്, വിശുദ്ധിക്കെതിരായിട്ട് പ്രവർത്തിക്കരുത്, രഹസ്യമായും പരസ്യമായും ചെയ്യരുത്. അതുകൊണ്ട് കർത്താവായ ഈശോയുടെ നാമത്തിൽ പറയാം, ഈ ദേശത്തുള്ള മക്കള്, ഇത് കർത്താവിന്റെ വചന, അച്ഛന്റെ വചന, ഇത് കർത്താവിന്റെ വചന. ഞാൻ ആലോചിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴല്ല, പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വരുമ്പോൾ എങ്ങനെ പ്രസംഗിക്കണം, എന്ത് പറയണം, ദൈവം തരും. ഈശോ പറഞ്ഞില്ലേ, തക്ക സമയത്ത്. നിങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങളെ പിടിച്ച് അവർ ന്യായാധിപന്മാരുടെ മുമ്പിൽ നിർത്തുമ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് ഞാൻ പറയും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് നിങ്ങൾ രക്ഷിക്കണം. അതുകൊണ്ട് മദ്യം ഉപേക്ഷിക്കണം. കുടുംബങ്ങൾ തകരുവാണ്, കുടുംബം തീരുവാണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പിന്നെ സ്വസ്ഥതയില്ല. ഈ ഒരു ആഹ്ലാദമുണ്ടല്ലോ പേരെടുക്കാൻ വേണ്ടി വലിയ വലിയ കളറ് കൂടിയ കുപ്പികൾ, വില കൂടിയ കുപ്പികൾ വീട്ടിൽ പൊട്ടിക്കുമ്പോഴത്തോ അടുത്തത് നിന്റെ മോന്റെ വിവാഹം പൊട്ടുന്ന അനുഭവം ഉണ്ടാവും. കാരണം അത്ര കുടുംബങ്ങളാണ് മദ്യപാനം മൂലം നശിച്ചു പോയിരിക്കുന്നത്. തമ്പുരാന്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. 2 കരം യേശുവേന്ന് വിളിക്കട്ടെ, ഉച്ചത്തെ വിളിക്കട്ടെ, ഉച്ചത്തെ വിളിക്കട്ടെ, ഉച്ചത്തെ വിളിക്കട്ടെ, ഉച്ചത്തെ വിളിക്കട്ടെ, ഉച്ചത്തെ വിളിക്കട്ടെ. 2 കരം ഉയർത്തി സ്തുതിക്കുക. എഴുന്നേറ്റ് നിൽക്കട്ടെ. എല്ലാ മക്കളും എഴുന്നേറ്റ് നിൽക്കുന്നു. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.